ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈലൂസ് ടിപ്സ് ആൻഡ് തോട്ട്സ്. ഇന്ന് ഞാൻ 15 കിച്ചൺ ടിപ്സാണ് ഇതിൽ കാണിക്കുന്നത്. എല്ലാം വളരെയധികം ഉപകാരപ്രദമായ കിച്ചൺ ടിപ്സാണ്. കവർ എങ്ങനെ ഈസി ആയിട്ട് സീൽ ചെയ്ത് വയ്ക്കാൻ നോക്കാം. ഈ പാക്കറ്റ് കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ സീൽ ചെയ്ത് വയ്ക്കാൻ നമുക്ക് സാധിക്കും. ഞാനിത് പൊട്ടിച്ച പാക്കറ്റാണ്. ഗോതമ്പ് പൊടി ആവശ്യത്തിന് എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് കവറിൽ തന്നെ വെച്ച് ഞാൻ സീൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഈ കത്തി ഒന്ന് ചൂടാക്കി എടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. അതിനുശേഷം നമ്മൾ ഈ കവറിൻ്റെ പൊട്ടിച്ച ഭാഗത്ത് എവിടെയാണോ നമുക്ക് സീൽ ചെയ്യേണ്ടത് അവിടെ ഈ കത്തി വെച്ച് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മാത്രം മതി. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് സീലായി കിട്ടും. നമ്മൾ ഈ കവറ് പൊട്ടിക്കുന്നതിന് മുമ്പ്, അതായത് വാങ്ങിച്ചപ്പോൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ സീലായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പ്രാണികളൊന്നും കയറില്ല, കട്ട പിടിക്കുകയോ കേടായി പോവുകയോ ഒന്നും ചെയ്യില്ല. വളരെ ഈസി ആയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ ഇനി നമുക്ക് സാധനങ്ങൾ കവറിൽ തന്നെ സൂക്ഷിച്ച് വയ്ക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സെറാമിക്കിൻ്റെ ഇതുപോലത്തെ കപ്പുകൾ ഉണ്ടാവും അല്ലേ? ഈ കപ്പ് വെച്ച് നമ്മൾ കറിക്കരിയുന്ന കത്തിയുടെ മൂർച്ച കൂട്ടാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത്. കപ്പ് തന്നെ വേണമെന്നില്ല, ബൗളായാലും മതി. പക്ഷേ സെറാമിക്കിൻ്റെ തന്നെ വേണം എന്നേ ഉള്ളൂ. അതിങ്ങനെ കമത്തി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗത്തുള്ള ഈ ഒരു ഏരിയയിൽ നമ്മുടെ കത്തി വെച്ച് നല്ലോണം ഒന്ന് ഉരച്ചെടുക്കാം. നമ്മൾ സാധാരണ കത്തി മൂർച്ച കൂട്ടാൻ ഉരയ്ക്കുന്നത് പോലെ തന്നെ രണ്ട് സൈഡും ചെയ്തെടുക്കാം. സ്ലിപ്പാവാതെ സൂക്ഷിക്കണം. വളരെ കെയർഫുള്ളായിട്ട് വേണം ചെയ്യാൻ. ഇങ്ങനെ നന്നായിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കത്തിയൊക്കെ നല്ലോണം ഷാർപ്പായി കിട്ടും. അപ്പോൾ ഇനി കത്തി മുറിച്ച് കൂട്ടാൻ വേറെ എവിടെയും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ ഒരു സെറാമിക്കിൻ്റെ ബൗളോ കപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തന്നെ ഷാർപ്പ് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആപ്പിൾ സാധാരണ നമ്മൾ കഴിക്കാനായിട്ട് മുറിച്ച് കൊടുക്കുന്ന സമയത്ത് എല്ലാ പീസിൻ്റെ നടുക്കും കുരു ഉണ്ടാവും, പിന്നെ ആ തണ്ടിൻ്റെ ഭാഗങ്ങളും ഉണ്ടാവും. അതിന് വളരെ ഈസി ആയിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് കുരുവും തണ്ടും ഒരുപോലെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമുക്ക് ആദ്യം ആപ്പിളിൻ്റെ തൊലി ഇതുപോലെ പീൽ ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇതുപോലൊരു കത്തി എടുത്തിട്ട് ആപ്പിളിൻ്റെ നടുഭാഗത്ത് ഇതുപോലെ ഒന്ന് തിരിച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ വളരെ ഈസി ആയിട്ട് ഇതുപോലെ ആപ്പിളിൻ്റെ കുരുവും തണ്ടും കൂടി ഒരുമിച്ച് പുറത്ത് വരും. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സമയവും ലാഭിക്കാം, കഴിക്കാനും എളുപ്പമാണ്. നിങ്ങളിനി ആപ്പിൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. പൊട്ടിച്ച കവറുകൾ ക്ലോസ് ചെയ്യാൻ നമ്മൾ പല മെത്തേഡ് യൂസ് ചെയ്യാറുണ്ടല്ലേ. ഞാനിപ്പോൾ കാണിക്കുന്നത് അതുപോലൊരു മെത്തേഡാണ്. അതിനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മേൽഭാഗം മാത്രം ഒന്ന് മുറിച്ചെടുക്കാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇഷ്ടംപോലെ ഉണ്ടാവും. അതൊക്കെ വെറുതെ വലിച്ചെറിയാതെ ഇതുപോലെ ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ ഞാൻ ഈ ബോട്ടിലിൻ്റെ ടോപ്പ് ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കവറ് ഈ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടാം. ഇത്രയും കടത്തിയതിന് ശേഷം ഇനി ഈ മേൽഭാഗം ഇങ്ങനെ താഴേക്ക് വിരിച്ചു കൊടുക്കാം. ഇതിൻ്റെ മേലെ നമ്മൾ സാധാരണ കുപ്പി അടച്ചു വയ്ക്കില്ലേ, അതുപോലെ തന്നെ ബോട്ടിലിൻ്റെ അടപ്പ് കൊണ്ട് അടച്ചു വെച്ച് സൂക്ഷിക്കാം. ഇതിപ്പോൾ നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ പ്രാണികളൊന്നും കയറില്ല. അപ്പോൾ നിങ്ങളും ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്ത് പച്ചക്കറികൾ അരിയുന്നവർക്ക് ഉപകാരപ്രദമായ ഒരു ടിപ്പാണ് പറയുന്നത്. നമ്മൾ പച്ചക്കറികളൊക്കെ അരിയുന്നതിന് മുമ്പ് കട്ടിംഗ് ബോർഡിൻ്റെ സൈഡിൽ ഇതുപോലൊരു കവർ വെച്ച് കൊടുക്കാം.
ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കളയാനുള്ള വേസ്റ്റ് എല്ലാം നമുക്ക് ഈ കവറിൻ്റെ ഉള്ളിലേക്ക് വളരെ ഈസി ആയിട്ട് മാറ്റാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുകയും ചെയ്യും. നമ്മൾ കടയിൽ നിന്ന് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റിക്കർ അതിലുണ്ടാവും അല്ലേ. ഇങ്ങനത്തെ സ്റ്റിക്കറൊക്കെ നമ്മൾ കൈകൊണ്ട് വലിച്ചെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പാട് വീഴും. മാത്രമല്ല സ്റ്റിക്കറിൻ്റെ പശയൊക്കെ ആണെങ്കിൽ വൃത്തികേടായിട്ട് കാണുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ പാടുകളൊന്നും ഉണ്ടാക്കാതെ തന്നെ സ്റ്റിക്കർ എങ്ങനെ വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം എന്നാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഈ പാത്രം ഒന്ന് ചൂടാക്കി കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ഇത് നോൺ സ്റ്റിക്കിലും ചെയ്യാം, അതുപോലെ സ്റ്റീലിൻ്റെ പാത്രത്തിലൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് സ്റ്റിക്കറിൻ്റെ പാടൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും സാധാരണ വെള്ളരിക്ക വട്ടത്തിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസുകളായിട്ടൊക്കെ അരിയാറുണ്ട് അല്ലേ. അങ്ങനെ സാധാരണ അരിയുന്നതിനേക്കാൾ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ വെള്ളരിക്ക അരിയാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വെള്ളരിക്കയുടെ തൊലി ഇതുപോലെ പീൽ ചെയ്ത് കളയാം. അതിനുശേഷം ഇതുപോലൊരു ഫോർക്ക് എടുത്തിട്ട് നീളത്തിൽ ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കാം. ഇനി നമുക്കിത് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അരിയുന്ന ഓരോ പീസിലും ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് കാണാനും ഭംഗിയാണ്, കഴിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇനി വെള്ളരിക്ക അരിയുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് വെറുതെ വലിച്ചെറിയുന്നൊരു സാധനമാണ് മുട്ടത്തോടല്ലേ. പക്ഷെ അതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഈ മുട്ടത്തോട് വെച്ച് നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ഉൾഭാഗം നമുക്ക് വളരെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ജാറിലെ ബ്ലേഡിൻ്റെ മൂർച്ചയും കൂട്ടാൻ പറ്റും. നമ്മൾ സാധാരണ കഴുകുന്നത് പോലെ സോപ്പൊക്കെ യൂസ് ചെയ്ത് വാഷ് ചെയ്താലും ഈ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിൻ്റെ അടിഭാഗത്തുള്ള അഴുക്കുകളൊന്നും പോയി കിട്ടില്ല. പക്ഷേ ഈ മുട്ടത്തോട് യൂസ് ചെയ്ത് വളരെ ഈസി ആയിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതിനായിട്ട് ഈ മുട്ടത്തോടെല്ലാം ഈ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ബ്ലേഡ് നല്ല തിളക്കം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ജാറിലെ അഴുക്കെല്ലാം മാറിയിട്ടും ഉണ്ടാവും, ബ്ലേഡിന് മൂർച്ചയും വന്നിട്ടുണ്ടാവും. ക്യാബേജ് വളരെ ഈസി ആയിട്ട് അരിഞ്ഞെടുക്കാനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമുക്കിങ്ങനത്തെ ഒരു പീലർ യൂസ് ചെയ്തിട്ട് ക്യാബേജ് ഇങ്ങനെ പീൽ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ നൈസായിട്ട് നമുക്കിത് പീൽ ചെയ്തെടുക്കാൻ പറ്റും. സാലഡിനാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് തോരന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഇത് വെച്ച് ഉപ്പേരി വയ്ക്കുകയാണെങ്കിൽ ഉപ്പേരിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം വളരെ ചെറുതായിട്ടാണ് ഇത് അരിഞ്ഞെടുത്തേക്കുന്നത്. കൊത്തി നുറുക്കുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ടും കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇനി ക്യാബേജ് തോരൻ വയ്ക്കുമ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ. നമ്മുടെ മിക്സിയുടെ ജാറ് കുറേ കാലം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച നഷ്ടപ്പെടും. അത് വീണ്ടെടുക്കാനുള്ള ഒരു ടിപ്പാണ് പറയുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കല്ലുപ്പാണ്. ഞാനിവിടെ ഒരു പിടി കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ബ്ലേഡിൻ്റെ മൂർച്ച തീർച്ചയായിട്ടും കൂടിയിട്ടുണ്ടാവും. പൊമഗ്രനേറ്റ് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് മാതളത്തിൻ്റെ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം
സൈഡിൽ ഇങ്ങനെ പതുക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇതുപോലെ ഒന്ന് പൊളിച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് എന്തെങ്കിലും വെച്ച് ഇതിൻ്റെ മേൽഭാഗത്തൊന്ന് തട്ടിക്കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് എല്ലാ മാതുളവും പാത്രത്തിൻ്റെ ഉള്ളിൽ വീണ് കിട്ടും. അപ്പോൾ ഇനി തൊട്ട് ഓരോന്നായിട്ട് നുള്ളിപ്പെറുക്കി എടുക്കാതെ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യൂ. ഉറയില്ലാതെ എങ്ങനെ തൈര് ഉറൊഴിച്ച് വയ്ക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി ഈ പാല് നമുക്കൊന്ന് കാച്ചിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഈ പാൽ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പാല് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ലോ ചെയ്ത് വെച്ച് കുറച്ച് നേരം കൂടി ഇത് അടുപ്പത്ത് തന്നെ വെക്കാം. അതിനുശേഷം പാല് തണുക്കാനായിട്ട് അനുവദിക്കാം. ഇപ്പോൾ പാല് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉറൊഴിച്ച് വയ്ക്കാം. അതിനായിട്ട് 2 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതുപോലെ തണ്ടോട് കൂടിയ പച്ചമുളക് തന്നെ വേണം. നിങ്ങളുടെ കയ്യിൽ പച്ചമുളക് ഇല്ലെങ്കിൽ വറ്റൽമുളക് ആയാലും മതി, പക്ഷേ തണ്ട് നിർബന്ധമായിട്ടും വേണം. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അതിന് 2 പച്ചമുളക് മതിയാവും. ഇനി ഞാൻ ഈ പാല് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ 2 പച്ചമുളകും ഈ പാലിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഈ 2 പച്ചമുളകിൻ്റെയും തണ്ട് മുങ്ങിക്കിടക്കുന്നു എന്ന് ഉറപ്പ് വരുത്തണം. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ടൈറ്റായിട്ടുള്ള ഒരു അടപ്പുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ തൈരിന് ഉറ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മളിപ്പോൾ ധൃതി പിടിച്ച് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ചെറിയുള്ളിയുടെ തോലെടുക്കാനൊന്നും നമ്മൾ ഒട്ടും മെനക്കെടാറില്ല. കൂടുതലും നമ്മൾ ചെറിയുള്ളിക്ക് പകരം സവാളയാണ് കറിയിൽ ഉപയോഗിക്കുന്നത്. കാരണം ചെറിയുള്ളി തോലെടുത്ത് ഉപയോഗിക്കാൻ ഒത്തിരി സമയമെടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ സമയം ഒട്ടും നഷ്ടപ്പെടുത്താതെ വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെറിയുള്ളിയുടെ തോല് റിമൂവ് ചെയ്യാം എന്നാണ് ഞാനിത് കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കാം. നോർമൽ വാട്ടർ തന്നെ മതി, ചൂടുവെള്ളമൊന്നും വേണമെന്നില്ല. ആ വെള്ളത്തിലേക്ക് എത്ര ചെറിയുള്ളിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ചെറിയുള്ളി ഇട്ട് വയ്ക്കണം. ചെറിയുള്ളി തോലെടുക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ 10-15 മിനിറ്റ് മുൻപ് ഇട്ട് വെച്ചാൽ മതിയാവും. അതിനുശേഷം ചെറിയുള്ളി തോലെടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ അതിൻ്റെ തോല് നമുക്ക് ഉരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തക്കാളിയുടെ തൊലി വളരെ ഈസി ആയിട്ട് എങ്ങനെ റിമൂവ് ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ ഈ വെള്ളം തണുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ തക്കാളിയുടെ തൊലി ഉരിച്ചെടുക്കുകയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ എനിക്ക് തോല് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇനി ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ കുറേ കാലം കേടുകൂടാതിരിക്കാനുള്ളൊരു ടിപ്പാണ് പറയുന്നത്. ഏത് പരിപ്പ് വർഗ്ഗമാണെങ്കിലും നമ്മളത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതിന് മുമ്പ് ഇതുപോലൊരു ചീനിച്ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ ഒത്തിരി കാലം അത് കേടുകൂടാതെ ഇരിക്കും.
അപ്പോൾ എൻ്റെ ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്യണം. എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാനായിട്ട് പറ്റുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.